ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ചോദ്യം ഉത്തരം പങ്ക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയുണ്ട്. അപ്പോൾ ചില ചോദ്യങ്ങൾ കിട്ടി, ഉത്തരം നൽകാനൊക്കെ സമയം എന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോസ് ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ മാറ്റി വെച്ചതാണ്. ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും ഇന്ന് നൽകുകയാണ്. ഈ അധാർമിക സമ്പത്ത് കൊണ്ട് സ്നേഹിതന്മാരെ സമ്പാദിക്കുക, അങ്ങനൊരു വചനമുണ്ട്. അതിൻ്റെ അർത്ഥം എന്ത്? അധാർമിക സമ്പത്ത് കൊണ്ട് സ്നേഹിതന്മാരെ സമ്പാദിക്കുക, അത് കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങൾ സ്വീകരിക്കും. ലൂക്കാസിന് സൂചിച്ചിട്ടും 16:9. ഇതിൻ്റെ അർത്ഥം എന്ത്? ഇത് തമ്മിലുള്ള ബന്ധം, അതായത് കണക്ഷൻ, ഈ അധാർമിക സമ്പത്തും നിത്യകൂടാരവും. അപ്പോൾ അതെങ്ങനെയാണ്? അതിൻ്റെ ബന്ധം എന്താണ്? ഇതൊരു വചനം നെഗറ്റീവാണോ അതോ പോസിറ്റീവാണോ? നിഷേധാത്മകമായിട്ടാണോ അതോ പ്രസാദാത്മകമായിട്ടാണോ? ഈശോ എന്താണ് അർത്ഥമാക്കിയത്? ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ ഈ വാക്കിൻ്റെ തർജ്ജമയെക്കുറിച്ചൊരു വാക്ക് പറയട്ടെ. നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞത്, എന്നോട് ചോദ്യം ചോദിച്ച ആൾ പറഞ്ഞിരിക്കുന്നത് POCയുടെ മുമ്പത്തെ എഡിഷൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതന്മാരെ സമ്പാദിച്ചു കൊള്ളുവിൻ, അത് നിങ്ങൾ കൈവെടിയുമ്പോൾ അവർ നിങ്ങൾ നിത്യകൂടാരം സ്വീകരിക്കും. അധാർമിക സമ്പത്ത് കൊണ്ട് എന്നാണ് POC ബൈബിളിൽ കിടക്കണേ. അതാണ് ഈ ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത് മുമ്പത്തെ എഡിഷനിൽ. ഇപ്പോൾ പുതിയ എഡിഷനിൽ, POCയുടെ പുതിയ എഡിഷനിൽ കിടക്കുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക മാമോനെ കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതന്മാരെ സമ്പാദിച്ചു കൊള്ളുവിൻ, അത് ഇല്ലാതാകുമ്പോൾ അവർ നിങ്ങൾ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കേണ്ടതിനാണിത്. അധാർമിക മാമോനെ കൊണ്ട് എന്നാണ് പരിഷ്കരിച്ച POC ബൈബിളിൽ. സത്യവേദ പുസ്തകത്തിൽ അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളാൻ ഇടയാകുമെന്നാണ്. അപ്പം ഇങ്ങനെ ഈ പരിഭാഷ, അപ്പോൾ അധാർമിക സമ്പത്ത് കൊണ്ട് എന്നുള്ളത് അത്ര നല്ല പരിഭാഷയല്ല. കാരണം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മാമോൻ എന്നാണ്. അപ്പോൾ POCയുടെ പരിഷ്കരിച്ച പതിപ്പ് ആണ് കുറച്ചുകൂടി സ്വീകാര്യം. സത്യവേദ പുസ്തകം വളരെ സ്വീകാര്യമാണ് ഈ വചനത്തിൽ. പലയിടത്തും നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഇവിടെ വളരെ നല്ല തരത്തിലാണ്. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ, അത് സത്യവേദ പുസ്തകം വളരെ കറക്റ്റാണ്. POCയുടെ പരിഷ്കരിച്ച പതിപ്പും കുറച്ച് തിരക്കേടില്ല. അധാർമിക സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അർത്ഥം അങ്ങോട്ട് വരില്ല. കാരണം ഈ മാമോൻ എന്നുള്ളതിന് വേറൊരു അർത്ഥമുണ്ട്, അതിലേക്ക് ഞാൻ വരാൻ പോവാണ്. ഈ ന്യൂ ജെറൂസലം ബൈബിളിൽ അതിൻ്റെ പരിഭാഷ സമ്പത്ത് കൊണ്ട് അത് കളങ്കിതമാണെങ്കിലും നിങ്ങൾക്കായി സ്നേഹിതന്മാരെ സമ്പാദിച്ചു കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെയാണ്. സമ്പത്ത് കൊണ്ട് അത് കളങ്കിതമാണെന്ന് വരികിലും നിങ്ങൾക്കായി സ്നേഹിതന്മാരെ സമ്പാദിച്ചു കൊള്ളുവിൻ എന്നാണ് ന്യൂ ജെറൂസലം ബൈബിൾ. ഞാനിത് പല തരത്തിൽ പറഞ്ഞതിന് കാരണം, ഈ തർജ്ജമയിൽ പല തർജ്ജമകളുണ്ടെങ്കിലാണ് നമുക്ക് അതിന് ശരിയായ അർത്ഥത്തിലേക്ക് എത്താൻ സാധിക്കുക. ഒരു തർജ്ജമ പോരാ, പല തർജ്ജമകൾ വേണം. കാരണം മൗലിക പാഠത്തിലുള്ളത് ഒരൊറ്റ തർജ്ജമ കൊണ്ട് നമുക്ക് ചിഹ്നപ്പെടുത്താൻ കഴിയില്ല. ഒരു വാക്കിന് അനേകം അർത്ഥമുണ്ട്. ഇപ്പം നമ്മൾ ലോഗോസ് എന്ന വാക്കിൽ വചനം എന്ന് തർജ്ജമ ചെയ്യണം. ലോഗോസ്, ലോജിക് എന്ന ഇംഗ്ലീഷ് വാക്ക് വരുന്ന അതിൽ നിന്നാണ്. യുക്തി, ബുദ്ധി, അതും അത് തന്നെയാണ് വാക്ക്. ശാസ്ത്രം, ബയോളജി, ബിയോസ്, ലോഗോസ്, അതാണ് ജീവശാസ്ത്രം. ശാസ്ത്രം എന്ന വാക്ക് അതിനർത്ഥമുണ്ട്. ലേഗോ എന്ന വാക്കിൽ നിന്നാണ് ആ വാക്ക് വരുന്നത്, ഈ ലോഗോസ്. ലേഗോ എന്നുള്ളതിന് കമ്പ്യൂട്ടർ എന്നർത്ഥമുണ്ട്. കമ്പ്യൂട്ടർ, അതിൻ്റെ നൗണാണ് കമ്പ്യൂട്ടർ. അപ്പോൾ ആദിയിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടർ ദൈവത്തോടൊപ്പമായിരുന്നു, ആ കമ്പ്യൂട്ടർ ദൈവമായിരുന്നു എന്ന് വേണമെങ്കിൽ തർജ്ജമ ചെയ്യാം. ആ വാക്കിന് അങ്ങനെ അർത്ഥമുണ്ട്. അപ്പോൾ ഒരു 23 അർത്ഥമെങ്കിലും ഈ ലോഗോസ് എന്ന വാക്കിനുണ്ട്. വചനം എന്നത് അതിലത്തെ ഒരർത്ഥമാണ് വചനം. അപ്പോൾ നമ്മൾ വചനം അല്ലേ മാംസമായി എന്ന് പറഞ്ഞാൽ ലോഗോസ് മാംസമായി എന്ന് പറയുന്ന അത്ര അർത്ഥം കിട്ടില്ല. അപ്പോൾ ഒരു വാക്കിൽ പല അർത്ഥമുള്ളത് കൊണ്ട് തർജ്ജമയിലേക്ക് ഒരു വാക്കിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒരു വാക്കിന് അനേക അർത്ഥങ്ങളുണ്ട്, തർജ്ജമയിൽ ഒരു വാക്ക് ഉപയോഗിക്കാൻ പറ്റൂ. ഇതുകൊണ്ടാണ് നമുക്ക് ഈ തർജ്ജമകൾ, ഒരു തർജ്ജമ പോരാ, പല തർജ്ജമകൾ വേണം, പല ബൈബിളുകൾ വേണമെന്ന് ഞാൻ പറയുന്നതിന് കാരണം, എനിക്കൊന്നും എൻ്റെ കയ്യിലൊരു 25-30 വേർഷൻസ് ബൈബിളുണ്ട്. എൻ്റെ കയ്യിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിനകത്ത് ലോകത്തുള്ള സകല ഇംഗ്ലീഷ് ബൈബിളുകളുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് അനേകം ലോകത്തിറങ്ങിയിരിക്കുന്ന സകല ഇംഗ്ലീഷ് ബൈബിളുകളും അതിൻ്റെ കോപ്പികൾ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഹീബ്രു, ഗ്രീക്ക് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പല ബൈബിളുകൾ പരിശോധിച്ചാലാണ് ശരിക്കുള്ള അർത്ഥത്തിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഒരെണ്ണം മാത്രം മതി എന്ന് വിചാരിച്ചിരിക്കരുത്. നമുക്കിനി അതിൻ്റെ വ്യാഖ്യാനം പറയാം. ഈ മാമോൻ എന്ന വാക്ക്, മാമോൻ, അരാമ്യ ഭാഷയാണത്. അരാമ്യ ഭാഷ.
കളങ്കിത സമ്പത്ത്, അധാർമിക സമ്പത്ത് എന്നൊക്കെ തന്നെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ മാമോൻ എന്ന് പറയുമ്പോൾ വെറും അധാർമിക സമ്പത്തെന്നോ കളങ്കിത സമ്പത്തെന്നോ മാത്രമല്ല അർത്ഥം. മാമോൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരാണ്. മാമോൻ, മാമൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മാമൻ, മാമോൻ, മാമൻ. ഈ ദൈവത്തെയും മാമോനെയും ഒരേ സമയം സേവിക്കാൻ കഴിയില്ലെന്ന് കർത്താവ് പറയുന്നുണ്ട്. ദൈവം പിതാവ്, മാമോൻ അങ്കിള്, മാമൻ. അങ്ങനെ രണ്ടാളുണ്ട്. ദൈവം, മാമോൻ, രണ്ടാളുകളായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. പണത്തെ ഒരാളായി സങ്കല്പിക്കുമ്പോഴാണ് മാമോൻ എന്ന് പറയുക. ആമേൻ എന്ന വാക്കില്ലേ, ആമേൻ, അത് തന്നെയാണ് റൂട്ട് പദം അത് തന്നെയാണ്. ആമേൻ എന്ന വാക്കിൻ്റെ റൂട്ട് തന്നെയാണ് മാമോൻ. ഈ ആമേൻ എന്ന വാക്കിന് എന്താ അർത്ഥം? ഉറച്ചു നിൽക്കുന്നതാണ്, ഉറച്ചു നിൽക്കുന്നു. പണത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ അവനാണ് മാമോൻ. പണത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ എന്ന് വെച്ചാൽ പണം യജമാനായി മാറുന്ന ഒരവസ്ഥ. മാമോൻ അല്ലെ, പണത്തിൽ ഉറച്ചു നിന്നിട്ട് പണത്തിൽ നിന്ന് മാറാൻ പറ്റാത്ത അവസ്ഥയിൽ പണം തന്നെ അവൻ്റെ ദൈവമായിട്ട് തീരുന്നൊരവസ്ഥ. അതിനെയാണ് ഈ മാമോൻ എന്ന് പറയുന്നത്. ഒരാളുടെ ഏക ആശ്രയം പണമാകുമ്പോൾ അയാൾ മാമോനാണ്. അതായത് ദൈവം വേണ്ട, പണമുണ്ട് അതുകൊണ്ട് ദൈവം വേണ്ട, എനിക്ക് പണം മാത്രം മതി, പണം കൊണ്ട് എനിക്ക് എന്തും നേടാൻ പറ്റുമെന്നൊരു ഒരു വരികയും ദൈവത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ മാമോൻ എന്ന് പറയുന്ന ഒരു പൈശാചിക മൂർത്തിയായിട്ട് മാറുകയാണ്. പണം എന്ന പൈശാചിക മൂർത്തിയെ ആരാധിക്കുകയാണ്. അപ്പോൾ പണം യജമാനായിട്ട് മാറുകയാണ്. പണം യജമാനായിട്ട് മാറുന്നു, അയാളുടെ ദൈവമായിട്ട് മാറുന്നു. അപ്പോൾ മാമൻ, ഈ പണം എന്ന മാമൻ അയാളുടെ ദൈവമായിട്ട് മാറുകയാണ്. അയാൾ പണം ഉപയോഗിക്കുന്നതിന് പകരം മാമോൻ അയാൾ ഉപയോഗിക്കുന്നു. മാമൻ അയാൾ ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ പണം പിശാചായിട്ട് മാറുകയാണ്. ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ അയാൾ ഈ മാമോൻ്റെ അടിമയായിട്ട് മാറുന്നു, പിശാചിൻ്റെ അടിമയായി മാറുന്നത് പോലെ. ഈ അടിമത്തം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് പോയിന്റ്. ഈ മാമോൻ അടിമയാക്കാൻ സാധ്യതയുണ്ട്, അത് കർത്താവ് കാണുന്നു. പണം നമ്മെ അടിമയാക്കാൻ സാധ്യതയുണ്ട്. ആ പണത്തിൻ്റെ അടിമത്തം അവസാനിപ്പിക്കുന്ന ഒരു മാർഗമുണ്ട്. എന്താണ്? നാം മാമോൻ്റെ യജമാനനാകുക. നമ്മൾ മാമോൻ്റെ അടിമയാകുന്നതിന് പകരം മാമോൻ്റെ യജമാനനാകുക. എങ്ങനെയാണ് യജമാനനാകുക? ആ പണം ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ഈ ലോകത്തിലെ പണമെല്ലാം അധാർമികം തന്നെയാണ്, കളങ്കിത സ്വത്താണ്. മനുഷ്യൻ പാപം ചെയ്തു, ആദാം ഹവ്വ പാപം ചെയ്തപ്പോൾ അത് വ്യക്തികളെ മാത്രമല്ല ബാധിച്ചത്, പ്രപഞ്ചത്തെ മുഴുവനുമാണ്. അപ്പോൾ കളങ്കിതമായ ഒരു പ്രപഞ്ചത്തിലെ പണമായതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പണവും അധാർമികമാണ്, കളങ്കിതമാണ്. ഈ ക്രിസ്തുവിന് ശിഷ്യന്മാരുടെ ചുമതല ഈ കളങ്കിത പണത്തിലെ കളങ്കം ഇല്ലാണ്ടാക്കുക, അല്ലെങ്കിൽ അധാർമികത ഇല്ലാതാക്കുകയാണ്, അതിനെ ധാർമ്മികമാക്കുകയാണ്. എങ്ങനെ ധാർമ്മികമാക്കുക? അതിനെ സ്വർഗത്തിൻ്റെ മൂലധനമാക്കിക്കൊണ്ട് എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. മാമോൻ എന്ന് പറയുന്ന ഈ കളങ്കിത സ്വത്തിനെ ധാർമ്മികമാക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, അതിനെ സ്വർഗത്തിൻ്റെ മൂലധനമാക്കുക. എങ്ങനെയാണ് സ്വർഗത്തിൻ്റെ മൂലധനമാക്കുക? സ്വർഗത്തിൻ്റെ ബാങ്കിൽ നിക്ഷേപിച്ചുകൊണ്ട്. ഏതാണ് സ്വർഗത്തിൻ്റെ ബാങ്ക്? ദരിദ്രര്. ഈ പണം ഇല്ലേ, നമുക്ക് പണം കുന്നുകൂടുമ്പോൾ അത് നമുക്ക് ആരാധിക്കാനുള്ള മൂർത്തിയായിട്ട് മാറുന്നു. ഇല്ലാത്ത മനുഷ്യർക്ക് കഞ്ഞി കുടിക്കാൻ, വെള്ളം കുടിക്കാൻ, മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തവർക്ക്, അപ്പോൾ അവർക്ക് ധർമ്മദാനം ചെയ്യുമ്പോൾ ഈ സ്വർഗത്തിൻ്റെ ബാങ്ക് എന്ന് പറയുന്നത് ദരിദ്രരാണ്. അപ്പോൾ ദരിദ്രർക്ക് ധർമ്മദാനം ചെയ്യുക. ഇതിനെയാണ് കളങ്കിത സ്വത്ത് കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ സമ്പാദിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ കയ്യിൽ, ഞാൻ ആവർത്തിക്കുകയാണ്, നമ്മുടെ കയ്യിലുള്ള എല്ലാ പണവും കളങ്കിതമാണ്, അധാർമികമാണ്. കാരണം ആദാം ഹവ്വ പാപം ചെയ്തു, പിന്നെ ലോകത്തിലെ മനുഷ്യരെല്ലാം പാപം ചെയ്തതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലൊരു പാപാവസ്ഥയുണ്ട്. ആ പ്രപഞ്ചത്തിലെ പണമായതുകൊണ്ട്, ദ്രവ്യമായതുകൊണ്ട് എല്ലാ പണവും കളങ്കിതമാണ്, അധാർമികമാണ്. അതിനെ ധാർമ്മികമാക്കണം, അതിൻ്റെ കളങ്കം കഴുകിക്കളയണം. എങ്ങനെ? സ്വർഗത്തിൻ്റെ മൂലധനമാക്കിക്കൊണ്ട്. എങ്ങനെ സ്വർഗത്തിൻ്റെ മൂലധനമാക്കും? സ്വർഗത്തിൻ്റെ ബാങ്കിൽ നിക്ഷേപിച്ചുകൊണ്ട്. എങ്ങനെ സ്വർഗത്തിൻ്റെ ബാങ്കിൽ നിക്ഷേപിക്കും? സ്വർഗത്തിൻ്റെ ബാങ്ക് ആരാണ്? ദരിദ്രരെ സഹായിക്കുക. അപ്പോൾ കളങ്കിത സമ്പത്ത് കൊണ്ട്, കളങ്കിത മാമോനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ സമ്പാദിക്കുക. ഇതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഈ 7 ദിവസമാണ് ആഴ്ചയിൽ, അല്ലേ? 7 ദിവസം. ഒരു ദിവസം ദൈവത്തിൻ്റെ കൂടെ ചെലവഴിക്കുക. അപ്പോൾ 6 ദിവസവും വിശുദ്ധീകരിക്കപ്പെടും. ഒരു ദിവസം ദൈവത്തിൻ്റെ കൂടെ ചെലവഴിക്കുന്നില്ലെന്ന് കരുതുക, അപ്പോൾ 6 ദിവസവും പൈശാചികമാകും. അപ്പോൾ സമയത്തെ വിശുദ്ധീകരിക്കണം. അതായത് ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ
ഒരു ദിവസം ദൈവത്തോടൊപ്പം ചെലവഴിച്ചാൽ 6 ദിവസവും വിശുദ്ധീകരിക്കപ്പെടും. ഒരു ദിവസം ദൈവത്തിൻ്റെ കൂടെ ചെലവഴിക്കുന്നില്ലെങ്കിൽ 6 ദിവസവും പൈശാചികമാകും. 6-ാം ദിവസത്തിൽ നിന്ന് 7-ാം ദിവസത്തിൽ കടക്കാത്തതിനെയാണ് 666 എന്ന് പറയണേ വെളിപാട് പുസ്തകത്തിൽ. അത് സാത്താൻ്റെ സംഖ്യയല്ല, ഒരു മനുഷ്യൻ്റെ സംഖ്യയാണ്. 7-ാം ദിവസം കർത്താവിൻ്റെ കൂടെ ചെലവഴിക്കാത്ത, ആഴ്ചയിൽ ഒരു ദിവസം കർത്താവിൻ്റെ കൂടെ ചെലവഴിക്കാതെ വ്യാപാരത്തിൽ പെട്ടുപോകുന്നവൻ്റെ നമ്പറാണ് 666. അപ്പോൾ നമ്മുടെ സമയത്തെ വിശുദ്ധീകരിക്കേണ്ടതുണ്ട്. സമയം അതിൽ തന്നെ വിശുദ്ധമല്ല. സമയത്തെ വിശുദ്ധീകരിക്കണം. ഈ ലോകത്തിൽ സമയമായതുകൊണ്ട് സമയം അധാർമികമാണ്. അതിനെ ധാർമ്മികമാക്കാൻ എന്താ മാർഗം? ഒരു ദിവസം ദൈവത്തിൻ്റെ കൂടെ ചെലവഴിക്കുക. നമുക്ക് ഒരു ദിവസം മുഴുവൻ കർത്താവിൻ്റെ കൂടെ ചെലവഴിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ഞായറാഴ്ച പ്രധാനമായിട്ടും ഇല്ലേ ജോലിയൊന്നും ചെയ്യാതെ നമ്മൾ പള്ളിയിൽ പോകും, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യും. എല്ലാ ദിവസവും രാവിലെ നിന്ന് പോകും, അല്ലെങ്കിൽ വൈകിട്ട് പങ്കെടുക്കും. അപ്പോൾ നമ്മൾ എല്ലാ ദിവസത്തെയും സമയം കർത്താവിന് വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ അത് സമയത്തെ വിശുദ്ധീകരിക്കുകയാണ്. ഇതുപോലെ പണം വിശുദ്ധീകരിക്കണം. സമയത്തെ വിശുദ്ധീകരിക്കുന്ന പോലെ പണത്തെ വിശുദ്ധീകരിക്കണം. സമയം അതിൽ തന്നെ ശുദ്ധമല്ല, അതിനെ ശുദ്ധീകരിക്കണം. ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം കർത്താവിൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് മറ്റെല്ലാ ദിവസങ്ങളെയും ശുദ്ധീകരിക്കുന്നത് പോലെ നമ്മുടെ കയ്യിലുള്ള പണം അതിനെ ശുദ്ധീകരിക്കണം. പഴയ നിയമത്തിൽ ഒരു കൃത്യം വ്യവസ്ഥയുണ്ട്. ദശാംശം 10-1 ദൈവത്തിന് കൊടുക്കുക. പുതിയ നിയമത്തിൽ അത് റദ്ദ് ചെയ്തിട്ടില്ല. എങ്കിലും സഭ പഠിപ്പിക്കുന്നത് 10-1 അല്ല, ചിലപ്പോൾ 10-2 കൊടുക്കാൻ പറ്റുന്നവരുണ്ടാകാം, 10-3 കൊടുക്കാൻ പറ്റുന്നവരുണ്ടാകാം. അങ്ങനെ നിശ്ചയിച്ച് വെച്ചിരിക്കുകയല്ല. ഈ ദശാംശം കൊടുക്കുന്നതിന് പഴയ നിയമത്തിൽ തന്നെ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. ഈ 10-1 കൊടുക്കുമ്പോൾ ആ 1 3ആയിട്ട് ഭാഗിക്കും. 1 ദൈവത്തിന്, മറ്റും ദൈവത്തിൻ്റെ പുരോഹിതന്മാർക്ക്, മറ്റും ദൈവത്തിൻ്റെ ദരിദ്രർക്ക്. എന്തിനാ ദൈവത്തിൻ്റെ പൈസ? ഞാൻ മുമ്പ് ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പള്ളിയിൽ ചെല്ലുന്നു, അവിടെ നമുക്ക് ഫാൻ വേണം, ലൈറ്റ് വേണം, പള്ളിയിൽ ആരാധനയ്ക്ക് വേണ്ട സംവിധാനങ്ങൾ വേണം, നിരവധി കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി വേണം. അതിനാണ് കുറച്ച് പണം ഉപയോഗിക്കുന്നത്. പിന്നെ ദൈവത്തിൻ്റെ പുരോഹിതന്മാർ ഈ ദൈവത്തെ ഇല്ലേ ദൈവത്തിലേക്ക് നമ്മൾ ഉൾച്ചേർത്താനും ഇല്ലേ അവൻ്റെ കുർബാന നമുക്ക് ഇല്ലേ കൂതാശർപ്പിച്ച് തരാനും അതിനുവേണ്ടി മാറ്റിവെക്കപ്പെട്ടവരാണ് പുരോഹിതന്മാർ. എന്നാലും അവർക്ക് ജീവിക്കണമല്ലോ, ഭൗതികമായി ജീവിക്കണം, അതിന് കൊടുക്കണം. പിന്നെ ദൈവത്തിൻ്റെ ദരിദ്രർ, യാഹ്വയുടെ ദരിദ്രർ, അവർക്കും ദൈവം മാത്രമേ ശരണമുള്ളൂ. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർ അവർക്കും കൊടുക്കണം. അപ്പോൾ ഈ ദശാംശം തന്നെ 3ആയിട്ട് വിഭജിക്കുക എന്നുള്ളതാണ് പഴയ നിയമത്തിലെ രീതി. വളരെ നല്ല രീതിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് 10-1 കൊടുക്കേണ്ടത്, അത് കൂടുതൽ കൊടുക്കണോ, അതൊക്കെ ഓരോരുത്തരും യുക്തമായിട്ട് ചെയ്യേണ്ടതാണ്. നിർബന്ധിച്ചല്ല, ഓരോരുത്തരും മനസ്സുകൊണ്ട് മനസ്സറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ചുരുക്കത്തിൽ പണം അതിൽ തന്നെ കളങ്കിതമാണ്. നമ്മുടെ കയ്യിലുള്ള ഏത് പണമാണെങ്കിലും ഞാൻ അധ്വാനിച്ച് നേടിയതെന്നൊക്കെ പറഞ്ഞാൽ പോലും അതിനകത്തൊരു കളങ്കമുണ്ട്. ഞാൻ ഇല്ലേ ഇത് ആരുടെയും കട്ടെടുത്തതല്ല എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും പൊതുവെ പറഞ്ഞാൽ കളങ്കിത സ്വത്താണ് എല്ലാ പണവും. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിനെതിരെ തിരിഞ്ഞു ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അത് ആദാമിന്റെ കാലം മുതൽ ലോകാവസാനം വരെ അങ്ങനെയാണ്. പക്ഷെ അതിൽ ശുദ്ധീകരിക്കാനുള്ള വ്യവസ്ഥ കർത്താവ് നൽകിയിട്ടുണ്ട്. സമയത്തെ ശുദ്ധീകരിക്കാൻ വ്യവസ്ഥ തന്നിരിക്കുന്ന പോലെ തന്നെ പണത്തെ ശുദ്ധീകരിക്കാൻ വ്യവസ്ഥ തന്നിരിക്കുന്നു. അപ്പോൾ കാര്യം മനസ്സിലായോ? ഈ മാമോനെ ഇല്ലേ, മാമോൻ എന്ന് പറയുന്ന മാമോനെ കൊണ്ട് ഇല്ലേ, അനീതിയുള്ള മാമോനെ കൊണ്ട്, അതാണ് കുറച്ചൊരു നല്ല വാക്ക്, അല്ലെങ്കിൽ അധാർമികമായ മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുക. അതില്ലാതാകുമ്പോൾ ഈ പണം നമുക്ക് നഷ്ടപ്പെടും, ഈ മാമൻ നഷ്ടപ്പെടും. അവർ നിത്യകൂടാൻ നിങ്ങൾ ചേർത്ത് കൊള്ളാൻ ഇടയാകും. ഇതൊരു മനോഹരമായ രംഗമാണ്. ഇപ്പം നമ്മൾ പലരെയും സഹായിക്കുന്നു. നമ്മളിപ്പോൾ സഹായിച്ച ആൾക്കാരെ എല്ലാവരും ഓർത്തിരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്തുമാത്രം പേരെ നമ്മൾ സഹായിക്കുന്നു, നമ്മൾ ആരും ഓർത്തിരിക്കുന്നില്ല. പക്ഷെ നമ്മൾ സഹായിച്ചതുകൊണ്ട് അവർക്കുണ്ടായ നേട്ടം എന്തൊക്കെയായിരിക്കും അത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം ഞാനൊരു ഒരാൾക്കൊരു ആടിനെ വാങ്ങിച്ചു കൊടുത്തെന്ന് വിചാരിക്കുക. അയാളത് കൊണ്ടുപോയി അത് വിറ്റ് എന്തെല്ലാം സംഗതിയിൽ നേടി ആർക്കെങ്ങനെ അറിയാം? അല്ലെങ്കിൽ പണ്ട് ഞാൻ എൻ്റെ ഒരു വെള്ളിപ്പണിക്കാരൻ എൻ്റെ അടുത്ത് വന്നു. എൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല, ആ സമയത്ത് പൈസ ഉണ്ടായിരുന്നില്ല. കഴുത്തിലൊരു നല്ല കൊന്തയുണ്ടായിരുന്നു, ഇതുപോലത്തെ ഇത് വെള്ളി കൊന്തയാണ്. അന്ന് ഇതിനേക്കാളൊക്കെ വളരെ കട്ടിയുള്ളൊരു കൊന്തയായിരുന്നു, ഗിഫ്റ്റ് കിട്ടിയതാണ്. ആ നേരത്ത് എൻ്റെ കയ്യിലൊന്നും പൈസയില്ല. ഇദ്ദേഹം ഒരു മാർഗ്ഗമില്ലെന്ന് പറഞ്ഞപ്പം ഞാൻ ഈ എൻ്റെ കൊന്ത എടുത്തിട്ട് അന്ന് ഒരു 900 രൂപയ്ക്ക് കിട്ടുമായിരിക്കും. ഇപ്പോഴും എനിക്ക് തോന്നുന്നൊരു 10,000-6,000 രൂപയ്ക്ക് കിട്ടാൻ സാധ്യതയുള്ള സാധനമാണ്. അത് ഞാൻ എടുത്ത് കൊടുത്തു. ഞാൻ അദ്ദേഹത്തെ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് പരിചയമുള്ള ഒരാളുമല്ല, വെള്ളിപ്പണിക്കാരനാണെന്ന് എനിക്കറിയാം. അയാളത് കൊണ്ടൊരു ജീവിച്ചോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നിത്യകൂടാരങ്ങളിലേക്ക് ഞാൻ പോകുമ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ സഹായിച്ച ആളുകളൊക്കെ ഇങ്ങനെ വരിയായിട്ട് നിന്ന് എന്നെ സ്വീകരിക്കാനായിട്ട് നിൽക്കും. ആ മുഖം നോക്കി ചിരിച്ചുകൊണ്ട് നമ്മളിവിടെ
സഹായിച്ച ആളുകൾ അവരാണ് നിത്യകൂടാരം എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് നമ്മളെ സ്വീകരിക്കാൻ സ്വാഗതം ചെയ്യാൻ വരി വരിയായിട്ട് നിൽക്കുന്നത്. ആ കാഴ്ച ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ ഈ ഭൂമിയിൽ സഹായിച്ച ആളുകളൊക്കെ അവിടെ വരി വരിയായിട്ട് നിന്ന് നമ്മുടെ സ്വർഗത്തിലേക്ക് നിത്യകൂടാരങ്ങൾ സ്വാഗതം ചെയ്യുന്ന ആ രംഗം കർത്താവ് എത്ര മനോഹരമായിട്ടാണ് സ്വർഗത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, കുടിക്കാൻ തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു. എനിക്ക് ഉടുപ്പില്ലായിരുന്നു, നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു എന്നെല്ലാം കർത്താവ് പറയുന്നില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരൊക്കെ നമ്മൾ ആരെയൊക്കെ സഹായിച്ചുവോ അവരൊക്കെ നിത്യകൂടാരങ്ങൾക്ക് നമ്മൾക്ക് സ്വീകരിക്കാനായിട്ട് ഇങ്ങനെ വരി വരിയായിട്ട് നിന്ന് അവർ പൂക്കളൊക്കെ എറിഞ്ഞ് താലങ്ങൾ പിടിച്ച് നമ്മൾ സ്വീകരിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഗംഭീരമായ ഒരു കാഴ്ചയാണത്. ആ കാഴ്ച നമുക്ക് നടക്കാൻ നമ്മുടെ കയ്യിലുള്ള പണം ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുക, സ്വർഗത്തിൻ്റെ മൂലധനമാക്കിക്കൊണ്ട്, സ്വർഗത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചുകൊണ്ട്. സ്വർഗത്തിൻ്റെ ഭണ്ഡാരമാണ് ഞാൻ ഈ പറഞ്ഞ ദരിദ്രർ. പക്ഷേ ദശാംശം കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ 3 ഗണം ആയിട്ട് കൊടുക്കുന്ന രീതിയുണ്ട്. അതൊന്ന് വളരെ നല്ല രീതിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.